ഇപ്പൊ ജാസ്മിനെ എപ്പോഴും കേൾക്കുന്ന ഒരു വിമർശനമാണ് വൃത്തിയുടെ പേരില്. അപ്പൊ ജാസ്മിൻ ഒരു ബ്യൂട്ടി ബ്ലോഗർ കൂടിയാണല്ലോ. അവൾക്ക് അത്യാവശ്യത്തിൽ അധികം വൃത്തിയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവൾ ഏറ്റവും കൂടുതൽ ഇരുന്നിട്ടുള്ളത് എന്റെ അടുത്താണ്, ഏറ്റവും കൂടുതൽ ഇരുന്നിട്ടുള്ളത് എന്റെ കൂടെയാണ്, ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഞാൻ തന്നെയാണ്. ആവശ്യത്തിലധികം വൃത്തി ജാസ്മിനുണ്ട്. ഒന്നരാടം കുളിക്കുമെന്നുള്ളത് ആദ്യം വന്നപ്പോൾ തമാശക്ക് പറയുന്നൊരു കാര്യമാണ്. അതിനെ വലിച്ചഴച്ച് ഇത്രയും വലുതാക്കി പ്രശ്നം ഉണ്ടാക്കി. ഇത് ആ തുമ്മിയതാണെങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ, അതായത് നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ നമ്മളുടെ ലൈഫിനെ പലതരത്തിലും ബാധിക്കും. നമ്മളിപ്പോൾ ഒരു മീഡിയോക്കർ, അതായത് പാവപ്പെട്ട ഒരു സെറ്റപ്പിൽ നിന്ന് വളർന്ന് വലുതേക്ക് വരുമ്പോൾ നമ്മൾ പഠിച്ചു വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് പഠിക്കാനുള്ള അവസരം കിട്ടാത്തവരുമായിട്ട് ഒരുപാട് പേരുണ്ട്. ജാസ്മിൻ ആണെങ്കിൽ അത്രയും സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളാണ്. സ്വന്തം കുടുംബത്തിനെ ആ ഒരു ഇതിൽ നിന്ന് പൊന്തിച്ച് സ്വന്തം എഫേർട്ടിൽ കൊണ്ടുവന്ന ഒരാളാണ്. അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ അത് അങ്ങോട്ട് വിട്ട് കളഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ ഇറങ്ങിയവരൊക്കെ ബാക്കിയുള്ളവർ പറയുന്നത് അതെന്താന്ന് വെച്ചാൽ ആദ്യത്തെ ആഴ്ച അവളായിട്ട് പറഞ്ഞതുകൊണ്ടാണ് അവൾ കുളിക്കുന്നില്ല എന്നുള്ള സാധനം അവൾക്കെതിരെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയത്. അത് അവളുടെ മണ്ടത്തരെന്ന് ഞാൻ പറയും. കാരണം അവൾക്ക് അവിടെ എല്ലാവരും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഇഷ്ടമുള്ളവരാണ്. ഒരു ജിൻഡോ ചേട്ടൻ്റെ അടുത്ത് അത്രയും ചീത്ത പറഞ്ഞിട്ടോ അത്രയും വൃത്തിയായിട്ട് പറഞ്ഞിട്ടോ ഒരു ദിവസം കഴിയുമ്പോൾ ജാസ്മിൻ അങ്ങോട്ട് ചെന്ന് സംസാരിക്കും അല്ലെങ്കിൽ വാരി കൊടുക്കും. അപ്പൊ ഞാൻ ചോദിക്കും ഇത് എന്തിനാ ചെയ്യണമെന്ന് ഞാൻ ചോദിക്കും. കാരണം എന്നെ കൊണ്ട് പറ്റൂല. അല്ല, എനിക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടാ. എന്റെ ഉള്ളിലുള്ള സാധനം പോയാൽ മാത്രമേ ഞാൻ നോർമലായിട്ട് പെരുമാറുള്ളൂ. ഇപ്പൊ അൻസബയായിട്ട് ഞാൻ ലാസ്റ്റ് ദിവസം ഇല്ല, ജാസ്മിൻ അഭിനയിക്കേണ്ട ആവശ്യമില്ല. കാരണം അവള് വെച്ചോണ്ടിരിക്കില്ല. ഒരു 2 മണിക്കൂറിനുള്ളിൽ അവളുടെ മനസ്സിലുള്ള വിഷമങ്ങൾ മുഴുവൻ വിട്ടിട്ട് വീണ്ടും അവരായിട്ട് ഓക്കെ ആവും. ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു, ജാസ്മിൻ കാലിനകം കടിച്ചിട്ട്. എനിക്ക് ഞാൻ കണ്ടിട്ടില്ല. അത് ഭയങ്കരമായിട്ട് ഒരു ഈ വൃത്തിന്റെ കേസിലൊക്കെ ഇതായിട്ടുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് അറിഞ്ഞൂടാ. അത് ബിഗ് ബോസിന്റെ ഓഡീഷൻസ് പലതരത്തിലുള്ള വിമർശനങ്ങൾ പുറത്ത് നടക്കുന്നുണ്ട്. ഓഡീഷൻസ് പല പൈസ മേടിച്ചിട്ട് അതേപോലെ അങ്ങനത്തുള്ള വിമർശനങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ ഗബ്രിയുടെ ഓഡീഷൻ എങ്ങനെയായിരുന്നു? എന്നെ ആദ്യം വിളിച്ചു, ഞാൻ പറഞ്ഞു ഞാൻ ഇല്ലാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഞാൻ വിളിച്ചതല്ലേ, എന്തായാലും ഓഡിഷൻ വരാം എന്ന് പറഞ്ഞു. ഓഡിഷൻ അറ്റൻഡ് ചെയ്തു. ഒരു സൂം കോളായിരുന്നു. സൂം കോൾ കഴിഞ്ഞു. രണ്ടാമത്തെ അവരുടെ ഓഫീസിലായിരുന്നു ഓഡിഷൻ, ലൈവ് ഓഡിഷൻ. അതിന്റെ വീഡിയോ ആണ് അന്ന് ക്ലിപ്പായിട്ട് ഒരു എപ്പിസോഡിൽ കാണിച്ചായിരുന്നു. ഈ സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിരുന്നു. അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഓഡിഷൻസ് ആയിട്ട്, വേറെ അങ്ങനെ ഒന്നും. ജാസ്മിനുമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിരുന്നെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടുകാർ അങ്ങനെ പലരെയും നമ്മൾ വിളിക്കും, ഒരു പ്രണയം എന്നുള്ളൊരു സാധനം ഉണ്ടാകുമായിരുന്നു. അവിടെ ചോദിക്കും. ഉറപ്പായിട്ടും എനിക്ക് ടാസ്ക് കളിക്കണം, അതിൻ്റെ അകത്ത് നിൽക്കണം, തല്ല് പിടിക്കണം, ഒച്ചപ്പാടുണ്ടാക്കണം, ഫുഡ് കഴിക്കണം, എല്ലാവരുമായിട്ട് എൻജോയ് ചെയ്യണം, പാട്ട് പാടാൻ, ഡാൻസ് കളിക്കണം. ഇത്രയേ ഉള്ളൂ എനിക്ക്. അല്ലാതെ എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ആ കപ്പെടുക്കലോ ആ പൈസയോ ആയിരുന്നില്ല എൻ്റെ ലക്ഷ്യം. എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കേരളത്തിലെ എല്ലാവരുടെ അടുത്തേക്കും എൻ്റെ മുഖം എത്തിക്കണം. അത് എത്തിയിരുന്നു. അത് മാറും. കൃത്യമായിട്ടുള്ള പോയിന്റുകൾ എല്ലാ വിഷയത്തിലും കൃത്യമായിട്ട് പറയുന്ന ആളാണ്. അതുപോലെ ജാസ്മിനും നിങ്ങൾ അത് പക്ഷെ നിങ്ങളുടെ വിഷ്വലുകൾ കൂടുതലൊന്നും നിങ്ങൾ കെട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ കൈപിടിച്ചിരിക്കുന്നതും കൂടുതൽ സംസാരിക്കുന്ന പ്രണയരംഗങ്ങൾ പോലത്തെ രംഗങ്ങളാണ്. അപ്പൊ അല്ലാതെ ഒരു ഗെയിം നിങ്ങൾക്ക് അവിടെ കളിക്കാൻ ആഗ്രഹിച്ചിരുന്നോ? തെറ്റുണ്ടോ? എങ്ങനെ കൈപിടിച്ചിരിക്കുന്നത് തെറ്റാണ്. കൈപിടിച്ചിരിക്കുന്നത് തെറ്റുന്നല്ല, ആ വിഷ്വൽസ് മാത്രമാണ് വന്നത്. പക്ഷെ നിങ്ങൾ നിലപാടുകൾ പറയുന്ന ഒരാളാണ്. അതെനിക്കറിയാവുന്ന കാര്യമല്ല. പക്ഷേ ഞാൻ ചോദിച്ചത്രേ ഉള്ളൂ, ആൺകുട്ടിയും പെൺകുട്ടിയും കൈ പിടിച്ചിരിക്കുന്നതും തോളത്ത് കൈയിട്ടിരിക്കുന്നതും അല്ലെങ്കിൽ കൈ മുറുക്ക പിടിക്കുന്നതും തെറ്റാണോ? ജനങ്ങളുടെ പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണത് തെറ്റാകുന്നത്?